പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ നടക്കും തോറും തെളിയും വഴികൾ എന്ന യൂണിറ്റ് 1 ചർച്ച ചെയ്യുന്നത്. പ്രവേശക പ്രവർത്തനമായി മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ സുജാത ദേവിയുടെ കാടുകളുടെ താളം തേടി എന്ന സഞ്ചാര സാഹിത്യ കൃതിയിലെ ഒരു കത്താണ് തന്നിരിക്കുന്നത്. സുജാത ദേവി സ്വാതന്ത്ര്യ സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെ മകളാണ്. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരിയായ സുഗതകുമാരിയും ഹൃദയകുമാരിയും സുജാത ദേവിയുടെ സഹോദരിമാരാണ്. കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു സുജാത ദേവി. കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. മൃണ്മയി എന്ന പേരിൽ കവിതാ സമാഹാരവും ഇവരുടേതായി ലഭിച്ചിട്ടുണ്ട്. ഹിമാലയൻ കാടുകളിലൂടെ അവർ നടത്തിയ യാത്രയാണ് പാഠഭാഗത്തിൽ പറയുന്നത്. യാത്ര നമുക്ക് എന്തെല്ലാം അറിവുകളാണ് പകർന്നു നൽകുന്നത്. വിവിധ ഭൂവിഭാഗങ്ങളിലെ വ്യത്യസ്തരായ മനുഷ്യരെയും വൈവിധ്യ സമ്പന്നമായ പ്രകൃതിയെയും ചുറ്റുപാടുകളെയും അറിയാൻ യാത്ര നമ്മെ സഹായിക്കുന്നുണ്ട്. അതിജീവനത്തിനും ഉപജീവനത്തിനും വിനോദത്തിനും വേണ്ടി നടത്തുന്ന ദേശാടനങ്ങൾ, ദേശങ്ങളുടെ സംസ്കൃതിയും ചരിത്രവും തേടിയുള്ള സഞ്ചാരങ്ങൾ, അറിവും അനുഭവവും അനുഭൂതിയും തേടിയുള്ള മനുഷ്യൻ്റെ യാത്രകളും യാത്രാനുഭവങ്ങളും മനോഹരങ്ങളായ വാക്കുകളിൽ ആവിഷ്കരിക്കുമ്പോൾ അതൊരു പുതിയ ലോകമായിട്ടാണ് വായനക്കാരിലേക്ക് എത്തുന്നത്. ഹിമാലയൻ യാത്രയുടെ അവസാനത്തിൽ സഹോദരിയായ സുഗതകുമാരിക്ക് സുജാത ദേവി എഴുതിയ കത്താണ് പ്രവേശക പ്രവർത്തനം. യാത്രകൾ എന്തിനെല്ലാമാണ്? വിനോദത്തിന്, പഠനത്തിന്, പ്രകൃതി പഠന യാത്രകൾ, സാഹസിക യാത്രകൾ, അറിവും അനുഭവം നേടുന്നതിനുള്ള യാത്രകൾ, തീർത്ഥാടന യാത്രകൾ, തൊഴിൽ സംസ്കാരങ്ങൾ പരിചയപ്പെടാനുള്ള യാത്രകൾ, ജീവിത രീതികൾ അറിയാനുള്ള യാത്രകൾ, സംസ്കാരങ്ങളെ അടുത്തറിയാനുള്ള യാത്രകൾ, നാടുകൾ കാണാനുള്ള യാത്രകൾ, ഇങ്ങനെ നിരവധി യാത്രകളുണ്ട്. ഈ യാത്രയിലൂടെ സുജാത ദേവി നേടിയ അനുഭവങ്ങൾ എന്തെല്ലാമായിരുന്നു? ഈ യാത്ര അവരെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു ഹിമാലയൻ യാത്ര തന്നെയായിരുന്നു. ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കുകൾ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നു. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, പീഡികത്തിണയിലും ചായക്കടയിലും അന്തിയുറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെയായി യാത്ര ചെയ്യാൻ, റിസർവേഷനില്ലാത്ത ട്രെയിനിൻ്റെ ഇടനാഴിയിലെ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദ ഇല്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ എന്നിങ്ങനെ നിരവധി അനുഭവങ്ങളാണ് ഈ യാത്ര സുജാത ദേവിക്ക് സമ്മാനിച്ചത്. കാടും മലയും പുഴയും തന്ന അനുഭവങ്ങൾ പറയാൻ അവർക്ക് വാക്കുകൾ തികയുന്നില്ലായിരുന്നു. അറിവിൻ്റെയും അനുഭൂതിയുടെയും ഒരു പുതിയ ലോകമാണ് സുജാത ദേവിക്ക് ഈ യാത്ര സമ്മാനിച്ചത്. ഇനി നമുക്ക് ആദ്യ പാഠഭാഗമായ ശാന്തി നികേതനത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കാം. സഞ്ചാര സാഹിത്യത്തിലെ കുലപതിയായ എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണ ഭാഗമാണ് ശാന്തി നികേതനം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ് എസ്.കെ. പൊറ്റക്കാട്. കോഴിക്കോട് നഗരത്തിനടുത്തുള്ള പുതിയ തറയിലെ പൊറ്റക്കാട്ട് വീട്ടിൽ 1913 മാർച്ച് 14 എസ്.കെ. ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ നാടൻ പ്രേമം, മൂടുപടം, വിഷകന്യക, പ്രേമശിക്ഷ, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ എന്നിവയാണ് പ്രധാന നോവലുകൾ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ യാത്രാ വിവരണ കൃതികളുടെ പേരുകൾ നോക്കാം. ബാലി ദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, പാതിര സൂര്യൻ്റെ നാട്ടിൽ, നൈൽ ഡയറി, ഹിമാലയ സാമ്രാജ്യത്തിൽ, കെയ്റോ കത്തുകൾ എന്നിവയാണ്. രാജമല്ലി, പുള്ളിമാൻ, നിശാഗന്ധി, മേഘമാല തുടങ്ങിയ കഥകളും, പ്രേമശില്പി, സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്നീ കവിതാ സമാഹാരങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ജ്ഞാനപീഠ പുരസ്കാരം,
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 1982 ഓഗസ്റ്റ് 6 ഇദ്ദേഹം അന്തരിച്ചത്. യാത്രകളെ സാഹിത്യത്തോട് ഇണക്കി ചേർത്ത എഴുത്തുകാരനായിരുന്നു എസ്.കെ. ശാന്തി നികേതനം. വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പിതാവായ ദേവേന്ദ്രനാഥ് ടാഗോർ 1863 തുടക്കം കുറിച്ച സ്ഥാപനമാണ് ശാന്തി നികേതനം. 1901 ഒരു വിദ്യാലയവും കലാകേന്ദ്രവുമായി രവീന്ദ്രനാഥ് ടാഗോർ ഇതിനെ മാറ്റുകയായിരുന്നു. എത്ര വിശ്വം ഭവത്യേകനീടം, ഇവിടം ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്നു എന്നതാണ് ഈ കലാലയത്തിൻ്റെ മുദ്രാവാക്യം. ഇവിടെ ലോകമൊരു പക്ഷിക്കൂടായി മാറുന്നു. ടാഗോറിൻ്റെ വിദ്യാഭ്യാസം, സാമൂഹിക സാംസ്കാരിക പ്രകൃതി, കലാദർശനങ്ങൾ എന്നിവ ഒത്തുചേരുന്ന ശാന്തിനികേതൻ വിശ്വമാനവികതയുടെയും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും ഏറ്റവും മികച്ച പ്രതീകങ്ങളിലൊന്നാണ്. ശാന്തിനികേതനത്തെക്കുറിച്ചുള്ള അറിവുകൾ തേടി എസ്.കെ. പൊറ്റക്കാട് നടത്തിയ യാത്രാനുഭവമാണ് പാഠഭാഗം. കൽക്കത്ത നഗരത്തിൽ നിന്ന് 100 നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരു അങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു നാട്ടിൻ്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക. നഗരത്തിൻ്റെ നിരന്തരമായ ഗരാഗര രവത്തിൽ നിന്ന് നമുക്ക് തെല്ലിടെ നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്തമുഖമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തരിപ്പിക്കുന്നു. ബംഗാളിലെ ആ കുഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി പ്രതിഫലിച്ച് കാണുന്നുവെന്നാണ് എസ്.കെ. പറയുന്നത്. ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു രീതിയിൽ കേരളത്തിലെ ഉൾനാടുകളോട് ബംഗാളിലെ ഗ്രാമങ്ങൾക്ക് സാമ്യമുണ്ട്. അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയായി നിരത്തിവെച്ച അനുഭവം. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. ഈ രീതിയിലുള്ള പുൽക്കുടിലുകൾ കേരളത്തിലും ബംഗാളിലുമല്ലാതെ മറ്റൊരിടത്തും കാണാനില്ല. ബംഗാളിലെ ഈ കാഴ്ചകൾ സ്വന്തം നാടിനെയാണ് എസ്.കെ.യെ ഓർമ്മിപ്പിക്കുന്നത്. പാതയുടെ ഇരുപാടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകായി മേഘബാധയില്ലാതെ മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. നഗരത്തിൻ്റെ നിരന്തരമായ ഘരാഘരരവം. നഗരത്തിൻ്റെ ശബ്ദകോശങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം വിവരിക്കാൻ വേണ്ടിയാണ് നിരന്തരമായ ഘരാഘരരവം എന്ന വാക്ക് എസ്.കെ. പ്രയോഗിച്ചിരിക്കുന്നത്. ഗ്രാമത്തിൻ്റെ ശാന്തതയ്ക്ക് വിപരീതമായിരുന്നു നഗരത്തിലെ ബഹളങ്ങൾ. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്, അധികം ആളനക്കമില്ലാത്ത പാടങ്ങളുടെ നടുവിലൂടെയുള്ള വളവും തിരിവുമുള്ള ആ ചെറിയ പാതയെ പാമ്പ് ഇഴഞ്ഞു പോകുന്നതിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് എസ്.കെ. പൊറ്റക്കാട്. ജരാനര ബാധിച്ച പടുകിഴവൻ പാത. ശാന്തിനികേതനത്തിലേക്കുള്ള ആ വഴി ജരാനര ബാധിച്ച പടുകിഴവൻ പാത എന്നാണ് പൊറ്റക്കാട് വിശേഷിപ്പിക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ ചേടിമണ്ണ് നിറഞ്ഞ വഴിയുടെ സ്വഭാവം ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്ന എന്ന പ്രയോഗം ശാന്തിനികേതനത്തെക്കുറിച്ചാണ്. ലാളിത്യം, സ്വച്ഛത, ശാന്തത തുടങ്ങിയ കലാഭവനത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഈ വിശേഷണത്തിലുണ്ട്. ഇത്തരത്തിൽ കാവ്യാത്മകമായ പ്രയോഗങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങൾ,
ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്. ഈ പ്രയോഗങ്ങൾ ശാന്തി നികേതനത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സ്വഭാവ സവിശേഷതകളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശാന്തി നികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനമാണ് അവിടെയുള്ളത്. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടുകളുടെയും മധ്യയുള്ള ഒരു വിദ്യാലയം. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടുകളുടെയും മധ്യത്തിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. കലാഭവനം, ഇത് ചിത്രശില്പ കലാപഠനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കലാഭവനം. സംഗീത നൃത്ത പഠനങ്ങൾ നടക്കുന്ന സംഗീത ഭവനം. ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്ന ഒരവസ്ഥ. ഗ്രാമീണ പഠന കേന്ദ്രമാണ് സ്ത്രീ നികേതനം. കുട്ടികളുടെ സമഗ്രമായ കഴിവുകൾ കണ്ടെത്താനും വളർത്താനുമുള്ള ഇടമാണിത്. മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്ത ബോധവും കുട്ടികളിൽ ശാന്തിനികേതനം രൂപപ്പെടുത്തുന്നുണ്ട്. ലോകപ്രശസ്തനായ സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. കവി, നാടകകൃത്ത്, കഥാകൃത്ത്, ചിത്രകാരൻ, സംഗീതജ്ഞൻ എന്നിങ്ങനെ പല നിലകളിൽ ശ്രദ്ധേയനായിരുന്നു ടാഗോർ. അദ്ദേഹമാണ് ശാന്തിനികേതനം സ്ഥാപിച്ചത്. പിന്നീട് ഇത് വിശ്വഭാരതി എന്ന പേരിലാണ് പ്രസിദ്ധമായി തീരുന്നത്. സാഹിത്യത്തിൻ്റെ ഒട്ടെല്ലാ മേഖലകളിലും ടാഗോർ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലൂടെയാണ് ഭാരതീയ സാഹിത്യത്തിൽ ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത്. ബംഗാളി ഭാഷയിലാണ് ടാഗോർ ഗീതാഞ്ജലി എഴുതിയത്. ശാന്തിനികേതനം അന്വേഷിച്ചു ചെല്ലുന്ന ടാഗോറിന് ഒരു ബംഗാളി ആ പ്രദേശം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണിഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങളോ സർവകലാശാലയുടെ പേരോ വലിയ ലിപികളിൽ ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. ഗംഭീര ഗോപുരങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. ശാന്തിനികേതനത്തിന് അതിരുതിരിക്കുന്ന ഭിത്തികൾ പോലും ഉണ്ടായിരുന്നില്ല. അവിടെവിടെയായി പുല്ലുമേഞ്ഞ കുറെ കുടിലുകൾ കാണാം. ആ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടുകളുടെയും മധ്യയായിരുന്നു ആ വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അത് വിശ്വസിക്കാൻ എസ്.കെ. പൊറ്റക്കാടിന് ആകുന്നില്ല. അത്രയും ഗ്രാമീണമായിരുന്നു ആ പ്രദേശം. ഒരു പുണ്യാശ്രമം തന്നെയായിരുന്നു അത്. വിശ്വവിദ്യാലയം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭാവനയിൽ നിറയുന്ന സങ്കല്പങ്ങളെല്ലാം മാഞ്ഞു പോകുന്ന അനുഭവമാണ് എസ്.കെ. പൊറ്റക്കാടിൽ ഇത് ഉണ്ടാക്കിയത്. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്താണ്? പ്രാചീനം എന്നാൽ പുരാതനം, പഴയത് എന്നൊക്കെയാണ് അർത്ഥം. അർവാചീനം നവീനം, പുതിയത്. ഒരേ വാക്യത്തിൽ തന്നെ വിരുദ്ധാർത്ഥമുള്ള പദങ്ങൾ പ്രയോഗിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതുപോലുള്ള മറ്റു വാക്കുകൾ നോക്കാം. ഉച്ചനീചം, ഉയർന്നതും താഴ്ന്നതും. രാപ്പകൽ, രാത്രിയും പകലും. പണ്ഡിത പാമരന്മാർ, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും, അല്ലെങ്കിൽ അറിവുള്ളവനും അറിവില്ലാത്തവനും. കുന്നും കുഴിയും, ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശവും. ഉദയാസ്തമനം, ഉദയവും അസ്തമനവും. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ശാന്തിനികേതനം എന്ന പാഠഭാഗവും സുജാതാദേവിയുടെ കത്തും താരതമ്യം ചെയ്യുക. ഇപ്പം സുജാതാദേവിയുടെ യാത്രാനുഭവം നോക്കാം. കത്ത് രൂപത്തിലുള്ളതാണ്. 2 മാസത്തെ ഹിമാലയൻ യാത്രയ്ക്ക് ശേഷം എഴുതിയതാണ് ഇത്. യാത്രയിലെ അനുഭവ പാഠങ്ങൾ ജീവിത പാഠങ്ങളായി മാറുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ യാത്രാനുഭവങ്ങൾ മനോഹരമായി സുജാതാദേവി വായനക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശാന്തിനികേതനത്തെയും ടാഗോറിനെയും അറിയാനുള്ള യാത്രയായിരുന്നു എസ്.കെ. പൊറ്റക്കാടിൻ്റെ ശാന്തിനികേതനം. ഇത് അറിവും അനുഭവവും തേടിയുള്ള യാത്രയാണ്. കേരള ഭൂപ്രകൃതിയോടുള്ള താരതമ്യം, വാഗ്മയ ചിത്രങ്ങൾ, വർണ്ണനകൾ, പ്രയോഗങ്ങൾ, ടാഗോറിൻ്റെ കാഴ്ചപ്പാടുകൾ, ദീർഘവാക്യങ്ങളായുള്ള അവതരണം എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ്. വായനക്കാരനെ തന്നോടൊപ്പം
കൂട്ടിക്കൊണ്ടുപോകുന്ന അവതരണ രീതിയാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റേത്. സഞ്ചരിച്ച നാടുകളിലെ മനുഷ്യരെയും കാഴ്ചകളെയും ചരിത്രത്തെയും സംസ്കാരത്തെയും ആചാരത്തെയുമൊക്കെ പരിചയപ്പെടുത്തി തരുന്നു. ഭാഷയുടെ സൗന്ദര്യം, വാഗ്മയ ചിത്രങ്ങൾ എന്നിവ ഈ ഭാഗത്ത് കാണാൻ കഴിയും. രസകരമായ അവതരണ രീതി, കേരളത്തോടുള്ള താരതമ്യം, സൂക്ഷ്മമായ നിരീക്ഷണ പാടവം, പച്ചയായ മനുഷ്യരെ അന്വേഷിച്ചുള്ള യാത്ര, മുസഫർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ, കാഴ്ചകളെ ദൃശ്യാനുഭവമാക്കുന്ന അവതരണം. യാത്രികൻ അനന്തമായ മണപ്പരപ്പിൽ ഉന്മാദിയെപ്പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് ഇരുട്ടിൻ്റെ പരശതം കമ്പളങ്ങൾ പുതപ്പിച്ച് സൂര്യൻ പിൻവാങ്ങുക. അസ്തമയ രശ്മികൾ മണൽപ്പരപ്പിൽ അസംഖ്യം പതാകകൾ തീർക്കും. നിഴലുകൾ കെട്ടുപിണയുമ്പോൾ പതാകകളേന്തിയ അസംഖ്യം മനുഷ്യമുഷ്ടികൾ ഉയർന്നു വരികയാണെന്ന് തോന്നും. ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും അവയെ തെളിച്ചു പോകുന്നവരും നിഴലുകളായി മാറും. അർത്ഥവ്യത്യാസം കുറിക്കാം. നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി? ഈ വാക്യത്തിൽ അത്ഭുതം, ആശ്ചര്യം എന്നിവയാണ് പ്രകടമാകുന്നത്. നീ ഇവിടെ എത്തിയിട്ട് എത്ര നാളായി? ഇവിടെ എത്തിയിട്ട് എത്ര നാളായി എന്ന ചോദ്യരൂപത്തെ കുറിക്കുന്നു. മറ്റൊരു ഉദാഹരണം, എത്ര നാളായി ഞാൻ ഇങ്ങ് പോന്നിട്ട്. ആശ്ചര്യചിഹ്നമാണ്, അപ്പോൾ അവിടെയും ആശ്ചര്യം തന്നെയാണ് കാണിക്കുന്നത്. എത്ര നാളായി ഞാൻ ഇങ്ങ് പോന്നിട്ട്, അവിടെ ചോദ്യചിഹ്നമാണ്, അത് ചോദ്യവാക്യമാണ്. എത്ര നാളായി ഇവിടെ എത്തിയിട്ട്. പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ പാഠഭാഗം അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.